بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم فأتياه فقولا إنا رسولا ربك فأرسل معنا بني إسرائيل ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى. ഫറോവയോട് നേരിടാൻ ധൈര്യസമേതം പുറപ്പെട്ടുകൊള്ളാൻ അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് നിർദ്ദേശിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ചില തടസ്സവാദങ്ങൾക്ക് അള്ളാഹു തആല പരിഹാരം നൽകിക്കൊണ്ട് അങ്ങോട്ട് അഥവാ ഫറോവയുടെ അടുത്തേക്ക് ചെല്ലാൻ അള്ളാഹു തആല നിർദ്ദേശിച്ചു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സഹോദരൻ, തന്റെ സുഹൃത്തായ ഹാറൂൻ നബിയെയും കൂട്ടി മൂസാ നബിയുടെ ഏറ്റവും വലിയ ദൗത്യമായ ബനി ഇസ്രായേലിന്റെ മോചനത്തിന് വേണ്ടി ഫറോവയുടെ മുന്നിൽ ചെന്ന് ആദ്യമായി ശബ്ദിക്കുകയാണ്. അതും ആ നാട്ടിലെ ഏറ്റവും വലിയ ഭീകരനായ അക്രമിയായ ഭരണാധിപന്റെ മുന്നിൽ ധൈര്യസമേതം ചെന്നുകൊണ്ട് ബനി ഇസ്രായേലിനെ മോചിപ്പിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയാണ്. ഫറോവ എന്ന രാജാവിന്റെ മുന്നിൽ മൂസ ആരുമല്ല അലൈഹിസ്സലാത്തു വസ്സലാം. നിസ്സാരനായ ആ നാട്ടിലെ ചെറുപ്പക്കാരനാണെന്ന് മാത്രമല്ല, ആ ഫറോവയുടെ രാജകൊട്ടാരത്തിൽ വളർന്ന ഒരാളാണ്. അപ്പോ രാജാവിനെ സംബന്ധിച്ചിടത്തോളം മൂസയെ എന്തു ചെയ്യാം, പക്ഷേ രാജാതിരാജായ അള്ളാഹുവിന്റെ മുന്നിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ സ്ഥാനമുള്ള ഒരാളാണ്. ഇപ്പം അഥവാ നാടിന്റെ വിമോചകനായ പ്രവാചകനായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗാംഭീര്യം മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ പ്രകടമായിട്ടുണ്ട്. ഇപ്പോൾ ഫറോവയൊന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് ചെന്നപ്പോൾ ഒന്ന് ചെറുതാവുകയാണ് ചെയ്തത്. അഥവാ മറ്റൊരാളോട് സംസാരിക്കാനും മറ്റൊരാളെ കേൾക്കാനും ഒരു സൗഹൃദ സംസാരത്തിൽ പങ്കെടുക്കാനും തയ്യാറാകാത്ത ഫറോവ ഇപ്പോഴിതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു സൗഹൃദ സംഭാഷണത്തിന്, ഒരു സന്ധി സംഭാഷണത്തിന് റെഡിയായ രൂപത്തിലാണുള്ളത്. കാരണം അള്ളാഹു ആ രൂപത്തിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൈക്ഷണികമായ വാസനയെ, അദ്ദേഹത്തിന്റെ ആർജവത്തെ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ വളർത്തി. അപ്പോ സ്വാഭാവികമായും രാജാവ് എന്ന് വാദിച്ചിരുന്ന ഫറോവ അല്പം താഴോട്ട് വരികയാണ്. അല്ലാഹു തആല പ്രത്യേകിച്ച് പറഞ്ഞു, ഖാല ലാ തഖാഫാ, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല. ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ, തീർച്ചയായും നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ പറയുന്നതും ഫറോവ തിരിച്ചു പറയുന്നതും ഫറോവ തിരിച്ചു കാണിക്കുന്നതുമൊക്കെ അസ്മഉ വഅറാ, ഞാൻ കാണുകയും ഞാൻ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവനോട് പോയിട്ട് നിങ്ങൾ പറയണം. അല്ലാഹു തആല പറയാം, ഫഅതിയാഹു, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെന്നിട്ട് ഫഖൂലാ, നിങ്ങൾ രണ്ടുപേരും അവനോട് പറയണം, ഇന്നാ റസൂലാ റബ്ബിക്, ഞങ്ങൾ നിന്നിലേക്ക് വന്ന പ്രവാചകന്മാരാണ്, ദൂതന്മാരാണ്, ദൈവത്തിന്റെ ദൂതുമായി, സൃഷ്ടാവിന്റെ ദൂതുമായി വന്നവരാണ്. അതുകൊണ്ട് ഫഅർസിൽ മഅനാ ബനി ഇസ്രായീൽ, ബനി ഇസ്രായേൽ ജനതയെ ഞങ്ങളുടെ കൂടെ വിട്ടു തരണം. വലാ തുഅദ്ദിബുഹും, ഇനി മുതൽ ബനി ഇസ്രായേൽ ജനതയെ ശിക്ഷിക്കാനും ആക്രമിക്കാനും പീഡിപ്പിക്കാനും പാടില്ല.
എന്ന് ഉച്ചസ്ഥലം അവരോട് പറയണമെന്ന് അല്ലാഹു തആല പറഞ്ഞു. ഖദ് ജിനാക ബിആയത്തിൻ മിർ റബ്ബിക്, അതായത് ഞങ്ങൾ നിന്നിലേക്ക് വന്നത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായിട്ടാണ്. അഥവാ നീയല്ല റബ്ബ്, നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നിന്നെ ഈ രൂപത്തിലേക്ക് വളർത്തി രാജാവാക്കി മാറ്റിയ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന്റെ പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് നീയൊന്ന് കീഴൊതുങ്ങണം. വസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, യഥാർത്ഥ രക്ഷയും യഥാർത്ഥ സമാധാനവും അള്ളാഹുവിനെ പിൻപറ്റിയ, സന്മാർഗം പിൻപറ്റിയ ആൾക്കാണ് എന്ന പ്രഖ്യാപനം നടത്തണമെന്ന് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ഹാറൂനോടും പറയുകയാണ്. ഈ സംസാരം അവിടെ ചെന്ന് മൂസാ നബി അലൈഹിസ്സലാം നടത്തി. ഈ സംസാരത്തോടെ മൂസാ നബിയുടെ വ്യക്തിത്വം ഫറവ അംഗീകരിച്ചു പോവുകയാണ്. അയാൾക്ക് അത്ഭുതം, അതേപോലെ തന്നെ കൗതുകവുമായിട്ട് തോന്നുകയാണ്. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അടുത്തതായിട്ട് അയാൾ പറയാണ്, അങ്ങനെ ഒരു വ്യക്തിത്വം, ഒരു പ്രവാചകത്വം നിന്റെ മുന്നിൽ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മത്സരിക്കാം. ഞാൻ ആരാണെന്ന് നിനക്കറിയാം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ വെല്ലുവിളിയോടുകൂടെ പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം അദ്ദേഹം നിർവഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കേട്ടതും ആ കാര്യം നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.